വേനൽ കടുക്കും മുമ്പേ വയനാട് കബനി നദിയിലെ ജലനിരപ്പ് താഴ്ന്നു. ബീച്ചനഹള്ളി ഡാം തുറന്നതാണ് പ്രധാന കാരണം. ഇടമഴ ലഭിച്ചെങ്കിൽ പുൽപ്പള്ളി, മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കുടിവെള്ള വിതരണത്തെ അടക്കം ഇത് ബാധിക്കുമോ എന്ന വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കർണാടക ബീച്ചനഹള്ളി അണക്കെട്ട് തുറന്നു. ഇതോടുകൂടി കബനിയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. നദിയിൽ പാറക്കൂട്ടങ്ങൾ തെളിഞ്ഞ അവസ്ഥയാണുള്ളത്. ഇതോടെ ഈ മേഖലയിലെ കുടിവെള്ള പദ്ധതികൾ പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കബനി നദി വരളാൻ ഇനി അധിക നാൾ വേണ്ടിവരില്ല. ബംഗളൂരു നഗരത്തിലേതടക്കമുള്ള കുടിവെള്ള വിതരണത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ബീച്ചനഹള്ളി ഡാം തുറന്നതോടെയാണ് നീരൊഴുക്ക് താഴ്ന്നത്. പുൽപ്പള്ളിയും മുള്ളൻകൊല്ലിയും അടക്കമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണത്തിന് ആശ്രയമാണ് കബനിയും കൈവഴികളും. ഇത് വറ്റി വരണ്ടാൽ പ്രതിസന്ധിയുടെ ആഴമേറും. കബനിയിലെ നീരൊഴുക്ക് കുറയുമ്പോൾ സമീപത്തെ ജലസ്രോതസ്സുകളെയും കിണറുകളെയുമെല്ലാം ഇത് ബാധിക്കും. ഏപ്രിൽ മാസം പകുതിയായിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ നില ക്രമാതീതമായിട്ട് ഒത്തിരി കഴിഞ്ഞ വർഷത്തേക്കാളും താന്നിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരുമാതിരി നല്ല മഴ ലഭിച്ചുകൊണ്ട് വെള്ളം ഈ പാറക്കെട്ടുകളൊന്നും കാണത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വേനൽ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ പാറക്കെട്ടുകളെല്ലാം തെളിഞ്ഞു തുടങ്ങി. അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ് ഈ പരിധി പ്രദേശങ്ങളിലെല്ലാം കിണറുകളിലൊക്കെ വെള്ളത്തിൻ്റെ നില താന്നു തുടങ്ങി. കൃഷിയെല്ലാം കരിഞ്ഞു തുടങ്ങി. ഇതിനെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവരുണ്ട്, കുടിവെള്ളം ആശ്രയിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ നില വലിയ പരങ്ങളിലാണ്. കഴിഞ്ഞ വർഷം മുള്ളൻകൊല്ലി, പുൽപ്പള്ളി പഞ്ചായത്തുകൾ സംയുക്തമായി ജനകീയ പങ്കാളിത്തത്തോടെ മരക്കടവിൽ താൽക്കാലിക തടയണ സ്ഥാപിച്ചാണ് പ്രതിസന്ധിയെ നേരിട്ടത്. വേനലിന്റെ തുടക്കം തന്നെ ഈ വിധമാണ് സ്ഥിതിയെങ്കിൽ പ്രതിസന്ധിയുടെ ആഴമേറുമോ എന്നാണ് ആശങ്ക. മനു ദാമോദറിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.